നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ ശാസ്ത്രീയ കണ്ടെത്തലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ അയൽഗ്രഹമായ വീനസിൽ ജീവന്റെ സാധ്യത കണ്ടെത്തിയിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടിയില്ലേ? കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ ജാനെ ഗ്രീവ്സ് നേതൃത്വം നൽകിയ ഗവേഷക സംഘം വീനസിന്റെ അന്തരീക്ഷത്തിൽ ഫോസ്ഫീൻ എന്ന വാതകം കണ്ടെത്തി. ഭൂമിയിൽ ഈ വാതകം സാധാരണയായി കാണപ്പെടുന്നത് അനാരോബിക് ബാക്ടീരിയകളിൽ നിന്നാണ്. ഇതൊരു വിഷവാതകമാണ്, പക്ഷേ ജീവന്റെ സാന്നിധ്യത്തിന്റെ സൂചനയും. വീനസിന്റെ ഉപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരത്തിലുള്ള മേഘപാളികളിലാണ് ഈ വാതകം കണ്ടെത്തിയത്. അവിടെ താപനില 75 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്, ഭൂമിയിലെ ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളെക്കാൾ അനുയോജ്യമായ താപനില. എന്നാൽ വീനസിന്റെ മേഘങ്ങൾ അമ്ലീയമാണെന്നും ഓർക്കണം. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. ഹവായിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടെലസ്കോപ്പ് വീനസിന്റെ മേഘങ്ങളെ നിരീക്ഷിച്ചു. അവിടെ നിന്നാണ് ഫോസ്ഫീനിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. സങ്കൽപ്പിക്കൂ, ഭൂമിയിൽ നിന്ന് മില്യൺ കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് ഇത്രയും സൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. എന്നാൽ ശാസ്ത്രലോകം ഇപ്പോഴും സംശയത്തിലാണ്. ചിലർ വാദിക്കുന്നത് ഇത് ടെലസ്കോപ്പിന്റെ തെറ്റായ റീഡിംഗ് ആകാമെന്നാണ്. മറ്റു ചിലർ പറയുന്നത് വീനസിലെ അജ്ഞാതമായ ഭൗമ പ്രക്രിയകളുടെ ഫലമായിരിക്കാം ഇതെന്നാണ്. എന്തായാലും ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. MITയിലെ ഗ്രഹശാസ്ത്രജ്ഞയായ സാറാ സീഗർ പറയുന്നത് ശ്രദ്ധിക്കൂ: ഞങ്ങൾ വീനസിൽ ജീവൻ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷേ ഫോസ്ഫീൻ വാതകത്തിന്റെ സാന്നിധ്യം ഒരു നിഗൂഢതയാണ്. 1950കളിൽ തന്നെ ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ ഹൈൻസ് ഹാബർ വീനസിന്റെ മിതമായ താപനിലയുള്ള മേഖലകളിൽ ജീവൻ സാധ്യമാണെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 70 വർഷങ്ങൾക്ക് ശേഷം ആ സാധ്യത യാഥാർത്ഥ്യമാകുന്നതിന്റെ സൂചനകൾ നമ്മൾ കാണുന്നു. ഈ കണ്ടെത്തൽ ശരിയാണെങ്കിൽ അത് പുറംലോക ജീവന്റെ തെളിവുകൾ തേടുന്ന ശാസ്ത്രലോകത്തിന് വലിയ പ്രചോദനമാകും. വീനസിലേക്ക് കൂടുതൽ ദൗത്യങ്ങൾ അയക്കാൻ ഇത് കാരണമാകുമോ? ഒരുപക്ഷെ അടുത്ത 10-20 വർഷങ്ങൾക്കുള്ളിൽ വീനസിലേക്ക് പ്രത്യേക ദൗത്യങ്ങൾ അയക്കപ്പെടുമായിരിക്കും. നമുക്ക് കാത്തിരുന്നു കാണാം. ഈ കണ്ടെത്തൽ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുമോ? വീനസിൽ ജീവനുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിലും ജീവനുണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണ്? മാർസിലോ, ജൂപ്പിറ്ററിന്റെ ചന്ദ്രന്മാരിലോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇത്തരം കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രപഞ്ചം എത്ര വിസ്മയകരമാണെന്നാണ്. ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീനസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമന്റ് ബോക്സിൽ പറയൂ.